എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വീക്കെൻഡ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രൈഡേയിൽ ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ് ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു ചിക്കൻ കറിയാണ്, നോർമൽ ഒരു ചിക്കൻ കറി. പ്രത്യേകിച്ച് ഒരു റെസിപ്പി ഒന്നും അതിലില്ല. നോർമലി നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി, അത്രേ ഉള്ളൂ. ഞാൻ തലേദിവസം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി ഒന്ന് കാണാം. ആദ്യം തന്നെ ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ നോർമലി ഇടുന്ന പോലെ തന്നെ സവാളയും പച്ചമുളകും ഇട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പിന്നീട് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതുകൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഗ്രേവിക്ക് ആവശ്യമായുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചിക്കൻ ഫ്രൈ റെഡിയാക്കാം. അതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചോപ്പ് ചെയ്തതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കറി വെച്ച അതേ മാരിനേറ്റ് ചെയ്ത അതേ ചിക്കൻ തന്നെയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. റൈസിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. റൈസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാവരും ഈ ഗാർലിക് ലെമൺ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റെല്ലാ വീഡിയോസിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.